Hello guys, welcome back to Raees Vlogs. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടെക് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. അതായത് നമുക്കറിയാം ഫോട്ടോഗ്രാഫേഴ്സിനും അതുപോലെ വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഗോപ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഗോപ്രോയിൽ ഇപ്പോൾ ഒരുപാട് ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗോപ്രോ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറയാണ് ഗോപ്രോയുടെ ഹീറോ 9 എന്ന് പറയുന്നത്. അപ്പോൾ ഗോപ്രോ ഹീറോ 9 ഇറങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചത്തോളമായി. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെക്സ് ഒക്കെ മറ്റുള്ള വീഡിയോകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോപ്രോ ഹീറോ 8ഉം അതുപോലെ ഹീറോ 9ഉം തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ ഗോപ്രോ ഹീറോ 9 വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ ഹീറോ 8ൽ നിന്ന് 9ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ 9 ഇറങ്ങിയ ഒരു സമയത്ത് ഗോപ്രോ ഹീറോ 8 വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കുമൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ക്യാമറയെ കുറിച്ച് പറയാനുള്ളത് മോർ എവറിത്തിങ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് കൂടിയിട്ടാണ് ഗോപ്രോ ഹീറോ 9 എന്ന് പറയുന്ന ക്യാമറ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു മോർ എവറിത്തിങ് എന്ന് പറയുന്ന ടാഗ് ലൈൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്യാമറയിൽ കുറച്ച് അധികമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മുൻപ് വന്ന ഹീറോ ക്യാമറകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ പല മാറ്റങ്ങളും കുറച്ചധികമായിട്ട് പുതിയ മാറ്റങ്ങൾ ഈ ഒരു ക്യാമറയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയുടെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹീറോ 8നേക്കാളും കുറച്ചുകൂടി സൈസ് കൂടിയിട്ടാണ് ഗോപ്രോ ഹീറോ 9 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ വെയിറ്റും അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഈ ഒരു സൈസ് കൂടിയ സമയത്ത് നമ്മൾ ഇത് സൈസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇതിന്റെ ബാറ്ററിയിലും കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെന്റ് ഗോപ്രോ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബാറ്ററി നമ്മൾ 8ൽ കണ്ട ബാറ്ററിയേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടിയതും അതുപോലെ തന്നെ mAh കൂടിയതുമായുള്ള ബാറ്ററിയാണ്. ഏകദേശം 1750 mAh ബാറ്ററിയാണ് നമുക്ക് ഗോപ്രോ ഹീറോ 9ൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഹീറോ 8നേക്കാളും ഏകദേശം 30% കൂടുതൽ ബാറ്ററി ബാക്കപ്പ് നൽകുമെന്നാണ് ഗോപ്രോ പറയുന്നത്. ഈ ഒരു കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾ ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ ഹീറോ 8ൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 8ൽ നിന്ന് 9ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബാറ്ററി അഡാപ്റ്റർ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടി വരും. അതായത് ഹീറോ 8 നിങ്ങൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ അഡാപ്റ്ററിൽ നമുക്ക് 9ന്റെ ബാറ്ററി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം കുറച്ചും കൂടെ സൈസ് കൂടിയ കുറച്ചും കൂടെ തിക്ക് കൂടിയിട്ടുള്ളൊരു ബാറ്ററിയാണ് 9ൽ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു അഡാപ്റ്റർ തീർച്ചയായിട്ടും വാങ്ങേണ്ടി വരും. ഇതിന്റെ സൈസ് കൂടിയതുപോലെ തന്നെ ഇതിന്റെ സ്ക്രീൻ സൈസും കുറച്ച് കൂടിയിട്ടുണ്ട്. അതായത് നമുക്ക് 8ൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു സ്ക്രീനാണ് നമുക്ക് ഹീറോ 9ൽ കിട്ടുന്നത്. അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയും അവർ കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഗോപ്രോ ഹീറോ ക്യാമറകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് DJI ഓസ്മോ ക്യാമറകൾ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്നത് അതിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ചെറിയ ഡിസ്പ്ലേയിലായിരുന്നു. അതായത് നമുക്ക് വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ഡിസ്പ്ലേ കൂടി DJI ഓസ്മോ കമ്പനി അവരുടെ ആക്ഷൻ ക്യാമറകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു സംവിധാനം നമുക്ക് ഗോപ്രോ ഹീറോ ക്യാമറകളിൽ ഇതുവരെ ലഭിച്ചിരുന്നില്ല. ചെറിയൊരു ഡിസ്പ്ലേ ആയിരുന്നു, നോർമൽ ഡിസ്പ്ലേ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ രൂപത്തിൽ വന്നിട്ടുള്ള മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഹീറോ ക്യാമറകളുടെ ലെൻസുകളെല്ലാം അവിടെ ഫിക്സഡ് ആയിരുന്നു. നമുക്ക് എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അവിടെ ഫിക്സഡ് ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹീറോ 9ൽ വന്ന സമയത്ത് നമുക്ക് അതിന്റെ ലെൻസ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയാം. കാരണം എന്തെങ്കിലും ഡാമേജ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ലെൻസ് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ലെൻസ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ഇതിന്റെ ക്യാമറ സെൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീറോ 8ൽ നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഹീറോ 9ലേക്ക് വന്ന സമയത്ത് 23.6 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ 20 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് നമുക്ക് ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ 14.7 മെഗാ പിക്സലിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് എല്ലാ ഫ്രെയിമുകളിലും ലഭിക്കുകയും ചെയ്യും. ഈ ഒരു സെൻസറിൻ്റെ കാര്യത്തിൽ വളരെ വലിയൊരു മാറ്റമാണ് ഹീറോ 9 വന്നിട്ടുള്ളത്. ഈ ഒരു മാറ്റം നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിലാണ്. നമുക്ക് ഹീറോ 8 ക്യാമറയിൽ 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഹീറോ 9ലേക്ക് വന്ന സമയത്ത് നമുക്കതിൽ 5K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിലും അതുപോലെ 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിലൊരു ചെറിയ പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് നമുക്ക് 120 ഫ്രെയിം പെർ സെക്കൻഡിൽ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഹീറോ 9ൽ കൊടുക്കാമായിരുന്നു. അതുപോലെ തന്നെ 5K വീഡിയോസ് 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഗോപ്രോയ്ക്ക് കൊടുക്കാമായിരുന്നു. എന്നാൽ ഇത് വലിയൊരു പോരായ്മയായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ 5K വീഡിയോസ് ഒന്നും പൊതുവെ ആരും ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് 4K പോലും നമ്മൾ പൊതുവെ ഷൂട്ട് ചെയ്യാറില്ല. കാരണം 180 പിക്സലിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഒരു ക്യാമറ നൽകുന്നതുകൊണ്ട് തന്നെ നമ്മൾ 4Kയിലൊന്നും ഷൂട്ട് ചെയ്യാറില്ല. എന്തായാലും ഇങ്ങനെ ഒരു 5K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ക്യാമറയിൽ നിന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഗോപ്രോ ആക്ഷൻ ക്യാമറകളുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയുന്ന വീഡിയോ സ്റ്റെബിലൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. ഹീറോ 8ൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട്
ഷൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ ഹീറോ 9 വന്ന സമയത്ത് ഹൈപ്പർ സ്മൂത്ത് 3.0 എന്ന് പറയുന്ന വേർഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ സ്മൂത്ത് 3.0 ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മറ്റു 2 ഓപ്ഷനുകൾ കൂടി അവൈലബിൾ ആണ്. അതായത് ഹോറിസൺ ലെവലിങ്ങും അതുപോലെ തന്നെ ലീനിയർ ലെവലിങ്ങും. ഈ 2 ലെവലിങ്ങിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ നല്ല രീതിയിൽ ഷേക്ക് ചെയ്തുകൊണ്ട്, അതായത് ഈ ഒരു രീതിയിൽ ഷേക്ക് ചെയ്തിട്ടും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിലെടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ലീനിയർ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അതായത് നമ്മൾ ക്യാമറ റൊട്ടേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷേക്ക് ചെയ്തിട്ടൊക്കെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലഭിക്കുക. അതും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്ക് GoPro Hero 9 മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു പുതിയൊരു ഫീച്ചറിനെ കുറിച്ചാണ്. അതായത് ഷെഡ്യൂൾഡ് റെക്കോർഡിംഗ്. ഈ ഒരു ഫീച്ചറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്കൊരു ടൈം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് വിഷ്വൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തായിട്ട് പറയാനുള്ളത് നമുക്ക് GoPro Hero ക്യാമറകളിൽ നോർമലായിട്ടുള്ള പോലെ തന്നെ 10 മീറ്റർ, അതായത് 33 അടിയോളം വാട്ടർ പ്രൂഫായിട്ടാണ് ഈ ഒരു ക്യാമറയും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ക്യാമറ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മോർ എവരിത്തിങ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ 100% GoPro പാലിച്ചുകൊണ്ടാണ് ഈ ഒരു GoPro Hero 9 എന്ന് പറയുന്ന ക്യാമറ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് Hero 8ഉം Hero 9ഉം തമ്മിലുള്ള കമ്പാരിസണിൽ പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ക്യാമറ ആര് വാങ്ങണം, ആർക്കാണ് ഈ ഒരു ക്യാമറ കൂടുതൽ യോജിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ പുതുതായിട്ടൊരു ക്യാമറ, ഒരു ആക്ഷൻ ക്യാമറ വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏകദേശം 50,000 ബജറ്റിലാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് GoPro Hero 9 പറയാൻ പറ്റും. അടുത്തായിട്ട് Hero 8ൽ നിന്ന് Hero 9 അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് Hero 9 എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ കുറച്ചും കൂടെ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കറിയാം Hero 7ൽ നിന്ന് ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് Hero 8 എന്ന് പറയുന്ന ക്യാമറ വന്നത്. എന്നാൽ 8ൽ നിന്ന് വളരെ വലിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് Hero 9 വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 8ൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് നിങ്ങൾക്ക് GoPro Hero 9 എന്ന് പറയുന്നത്. അടുത്തായിട്ട് നിങ്ങൾ ഈ ഒരു Hero 9 ഇറങ്ങിയ സമയത്ത് 8 പോയിട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബജറ്റിനനുസരിച്ചിരിക്കും. അതായത് നിങ്ങളുടെ ബജറ്റ് ഏകദേശം ഒരു 50K ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് Hero 9 ആണ്. അത്രയും ബജറ്റിൽ ഒരു 40K ഒക്കെയാണ് നിങ്ങളുടെ ബജറ്റ് എങ്കിൽ നിങ്ങൾക്ക് GoPro Hero 8 ചൂസ് ചെയ്യാം. കാരണം GoPro Hero 8ൻ്റെ പെർഫോമൻസ് ഒട്ടും മോശമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ക്യാമറ തന്നെയാണ് Hero 8. അതിൽ നിന്നും കുറച്ചും കൂടെ ഫീച്ചേഴ്സ് നമുക്ക് Hero 9ൽ കിട്ടുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഈ ഒരു കമ്പാരിസൺ വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുകയാണെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാൻ.